തലശ്ശേരി എരിഞ്ഞോളിയിലെ ശ്രീനാരായണ മഠത്തിൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം. നെടുങ്ങോട്ടും കാവിനടുത്തുള്ള അനാദിക്കടയിലും മോഷണം നടന്നു. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. തലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തലശ്ശേരി എരിഞ്ഞോളിയിൽ കുടക്കളത്തെ ശ്രീനാരായണ മഠത്തിലും എരിഞ്ഞോളി കാർത്തികത്തിലെ പി നിർമ്മലയുടെ ഉടമസ്ഥതയിൽ നെടുങ്ങോട്ടും കാവിന് മുൻവശത്തുള്ള അനാദിക്കടയിലുമാണ് ഞായറാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നത്. കടയുടെ ഷട്ടർ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 2600 രൂപ മോഷ്ടിച്ചു. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഭണ്ഡാരം തുറന്ന് പണമെടുത്തത്. അതുകൊണ്ടുതന്നെ കൂടുതൽ സംഖ്യ ഉണ്ടാവില്ലെന്നും ശ്രീനാരായണ മഠം സെക്രട്ടറി UN വിനീഷ് പറഞ്ഞു. നോട്ടുകളെല്ലാം കൊണ്ടുപോയി, പിന്നെ കോയിൻസുകൾ ചില്ലറ ഒരു 3-4 കോയിൻസ് അവിടെ വെതറി കിടക്കുന്നതാണുണ്ട്. പൂട്ട് പൊട്ടിച്ചിട്ട് മുകളിൽ പിന്നെ ഇരുത്തീൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഇങ്ങനെയാണുള്ള സംഭവം. അപ്പോൾ രാവിലെ നമ്മൾ എല്ലാവർക്കും ബന്ധപ്പെട്ട് തമ്മാവിൽ അന്യോന്യം എല്ലാം അന്വേഷിച്ച് അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതനുസരിച്ചിട്ട് പിന്നെ സ്റ്റേഷനിൽ പോലീസ് വാൾവെല്ലാം എത്തിയിട്ടുണ്ട്. അതാണ് ഉണ്ടായ സംഭവം. അപ്പോൾ തൊട്ടടുത്തും ഇതുപോലത്തെ കളവ് സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മറ്റുള്ള ആളെ മുഖാന്തരമുള്ള അറിവ്. പരിസരത്തായി നടക്കുന്ന ഗൃഹപ്രവേശന ചടങ്ങിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുവാനായി പോവുകയായിരുന്ന യുവാക്കൾ കടയുടെ ഷട്ടർ ഉയർത്തിയ നിലയിൽ കാണുകയും കടയുടമയ്ക്ക് വിവരം നൽകുകയുമായിരുന്നു. രണ്ടിടത്തും സമാന രീതിയിൽ അടുത്തടുത്ത സമയത്ത് നടന്ന മോഷണത്തിന് പിന്നിൽ ഒരാൾ തന്നെയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.